ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആദ്യത്തെ ക്ലാസ്സുകൾക്ക് വളരെ നല്ല റെസ്പോൺസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുപോലുള്ള റെസ്പോൺസ് ഇനിയുള്ള ക്ലാസ്സുകളിലും ഉണ്ടാവണം. നിങ്ങൾ വളരെ ഉത്തരവാദിത്തത്തോടു കൂടി തന്നെ ഇനിയുള്ള ക്ലാസ്സുകളും കാണണം. ആദ്യത്തെ ഒരു സ്റ്റിച്ച് കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇനിയും അതിൻ്റെ ബേസിക് ലെവൽ ഇനിയും ഉണ്ട്, അഡ്വാൻസ് ലെവൽ ഇനിയും ഉണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ പോകണമെങ്കിൽ ഇനിയുള്ള ക്ലാസ്സുകൾ നിങ്ങൾ പഠിക്കണം. അപ്പോൾ അതൊക്കെ വൃത്തിയായിട്ട് കണ്ട് പഠിച്ച് മാത്രമേ നിങ്ങൾക്ക് ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ച് ഏതൊരു മോഡൽ വന്നാലും നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ക്ലാസ്സുകളൊന്നും കട്ട് ചെയ്യാതെ മിസ്സാക്കാതെ കാണുക, കണ്ട് പരിശീലിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് 6 ആക്സ് സ്റ്റിച്ചാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. 2 പാരലൽ ലൈൻസ് വരച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകലം എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്ററാണ്. ഓക്കെ, ഇത് തമ്മിലുള്ള ഗ്യാപ്പ് 1 സെൻറ്റിമീറ്ററിൽ ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. ഇതുപോലെ 2 പാരലൽ ലൈൻസ് വരച്ച് 1 സെൻറ്റിമീറ്റർ ഗ്യാപ്പിൽ വരച്ചിട്ട് പ്രാക്ടീസ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ചെയ്യുമ്പോൾ പ്രാക്ടീസ് ഇല്ലാതെ തന്നെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫസ്റ്റ് ലൈൻ എടുക്കുക. ഇതാണ് ഫസ്റ്റ് ലൈൻ. അപ്പോൾ ഇവിടെ എടുക്കുക. നമ്മളെപ്പോൾ തുടങ്ങുമ്പോഴൊരു ബാക്ക് ചെയിൻ ഇട്ട് വേണം തുടങ്ങാൻ. ഓക്കെ, നമ്മൾ ബാക്ക് ചെയിൻ ഇട്ട് തുടങ്ങി. ഇത് കണ്ടോ, ഇവിടെ ഞാൻ ഒരുപാട് തുറന്ന ഗ്യാപ്പ് കൊടുക്കുന്നില്ല. സോ അതുകൊണ്ട് ഞാനൊരു 3/4 സെൻറ്റിമീറ്ററൊക്കെ ഈ ഗ്യാപ്പ് എടുത്തിട്ടുള്ളത്. മേലത്തെ ലൈനിൽ ഒരു 3/4 സെൻറ്റിമീറ്റർ കഴിഞ്ഞാണ് ഞാനിപ്പോൾ ഈ സ്റ്റിച്ച് കൊടുത്തേക്കുന്നത്. കണ്ടോ, ഒരു വലിയ ചെയിൻ സ്റ്റിച്ച് കൊടുത്തു. അവിടെ തന്നെ ഒരു കുഞ്ഞ് ചെയിൻ സ്റ്റിച്ചും, അതായത് ലൈനിൻ്റെ ഇപ്പുറത്തൊരു സ്റ്റിച്ച് കൊടുത്തു. അതിനുശേഷം ലൈനിൻ്റെ മേളിലൊരു സ്റ്റിച്ച് കൊടുത്തു, ചെറിയ കുട്ടി ലോക്ക് പോലെ. ഇപ്പോൾ ഇവിടുന്ന് കണ്ടോ, ഇത് തമ്മിൽ 1 സെൻറ്റിമീറ്റർ ഗ്യാപ്പുണ്ട്. ഒരു നിശ്ചിത അകലം, ഇവിടെ ഏത് അകലം കൊടുക്കുന്നോ ആ അകലം തന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം എല്ലായിടത്തും ഒരുപോലെ. ഓക്കെ, അപ്പോൾ ഞാൻ വരയുടെ ഇപ്പുറം ഒരു വലിയ ചെയിൻ സ്റ്റിച്ച് ഇട്ടു. വരയുടെ താഴോട്ട് ഒരു കുട്ടി ലോക്ക് കൊടുത്തു. കണ്ടോ, വീണ്ടും അതേ സെയിം ഗ്യാപ്പിൽ വരയ്ക്ക് താഴെ ഒരു മേളത്തെ വരയ്ക്ക് താഴെ കൊടുക്കുന്നു. അതിൻ്റെ മുകളിൽ ഒരു ലോക്ക് ചെയിൻ കൊടുക്കുന്നു. കണ്ടോ, അന്നേരമാണ് ആ ഷാർപ്പ് എഡ്ജ് നമുക്ക് കിട്ടുന്നത്. കണ്ടല്ലോ, അതേ ഗ്യാപ്പിനെ വീണ്ടും ഇവിടെ ഈ ഗ്യാപ്പിനെ സെയിം ഇവിടെ ഇത് കണക്ക് മെയിൻറ്റെയിൻ ചെയ്ത് ഒരു കുട്ടി ലോക്ക് അതിൻ്റെ മുകളിൽ കൊടുക്കുന്നു. അത് കൊടുക്കുമ്പോഴാണ് നമുക്ക് ഷാർപ്പ് എഡ്ജസൊക്കെ കിട്ടുന്നത്. ഓക്കെ, ഒരു വലിയ ചെയിൻ, ഒരു കുട്ടി ലോക്ക് ചെയിൻ. ഒരു വലിയ ചെയിൻ, ഒരു കുട്ടി ലോക്ക് ചെയിൻ, ഒരു വലിയ ചെയിൻ, ഒരു കുട്ടി ലോക്ക് ചെയിൻ. ഇവിടെ കുട്ടി ചെയിൻ വരെ നമ്മൾ ആര്യയുടെ എൻഡ് നോട്ട് തന്നെ ഇട്ട് കൊടുത്താൽ മതി. കാരണം നമ്മളവിടെ അവസാനിപ്പിക്കുകയല്ലേ. അതുകൊണ്ട് നമുക്ക് കുട്ടി ചെയിൻ്റെ ആവശ്യമില്ല, നമുക്ക് എൻഡ് നോട്ട് ഇട്ട് തന്നെ അവസാനിപ്പിക്കാം. കണ്ടോ,
കഴിഞ്ഞു.